ഇന്ന് വഴുതനങ്ങ കൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം. വയലറ്റ് വഴുതനങ്ങ കൊണ്ട്, ചെറിയ വയലറ്റ് വഴുതനങ്ങ കൊണ്ട്. ഞാൻ ബാംഗ്ലൂർ വന്നേ പിന്നെയാണ് ഈ വയലറ്റ് വഴുതനങ്ങ കൊണ്ട് കറി ഉണ്ടാക്കാനായിട്ട് പഠിച്ചത്. മുമ്പൊന്നും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ വീട്ടിലൊന്നും വഴുതനങ്ങ കൊണ്ട് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉപ്പേരി ഉണ്ടാക്കും, തോരൻ ഉണ്ടാക്കും എന്നല്ലാതെ വഴുതനങ്ങ കൊണ്ടൊന്നും ഉണ്ടാക്കിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്ക് അരമുറി തേങ്ങ എടുക്കാം. തേങ്ങയിലോട്ട് മല്ലിപ്പൊടി 2 സ്പൂൺ വേണം, മുളക് പൊടി 1 സ്പൂൺ വേണം. മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്തതാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. അതിനകത്തോട്ട് ഒരു തക്കാളി മുറിച്ചിടുക, 1-2 തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി. ഇതിട്ടിട്ട് നമ്മൾ നല്ല മാതിരി അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ നമുക്ക് തേങ്ങേൻ്റെ കൂടെ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ തക്കാളി ഉള്ളത് കൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് നല്ലപോലെ അരിഞ്ഞ് കിട്ടും. അതിന് ശേഷം അരച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ വഴുതനങ്ങ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് നല്ലപോലെ വെള്ളത്തിലോട്ട് മുറിച്ചിട്ട് അത് തണ്ട് അതിൻ്റെ ഞെട്ട് വിടരുത്. എന്ന് വെച്ചാൽ ഇത് മുഴുവനോടെ വഴുതനങ്ങയാണ് നമ്മൾ കറി വെക്കുന്നത്. അത് ഒരു 6 പീസായിട്ടോ അല്ലെങ്കിൽ 4 പീസായിട്ടോ ഇങ്ങനെ പൊളന്ന് എടുത്തിട്ട് അതിൻ്റെ ഞെട്ട് കളയാതെ തന്നെ വേണം, അതിൻ്റെ തണ്ട് കളയുക, ഞെട്ട് കളയാതെ തന്നെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഈ വഴുതനങ്ങ മുറിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പാസ്സാക്കിയിരിക്കുന്ന പുഴുക്കളുണ്ടാവും. അതിനെല്ലാം നോക്കിയിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഈ മുറിച്ച് വെച്ച വഴുതനങ്ങയിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാല, തേങ്ങ അരച്ച് വെച്ച മസാല ഓരോ വഴുതനങ്ങയും എടുത്തിട്ട് അതിനുള്ളിൽ നല്ലപോലെ നിറയ്ക്കുക. തവ സ്റ്റവിൻ്റെ മേലെ വെച്ച് ചൂടായിട്ടുണ്ടാവും. അതിനകത്തോട്ട് ഒരു 4-5 സ്പൂണ് വെളിച്ചെണ്ണയോ കുക്കിംഗ് ഓയിലോ ഏതാണെങ്കിലും ഒഴിച്ച് നമ്മൾ ഈ നിറച്ച് വെച്ച മസാല അതിനകത്തോട്ട് ചേർക്കുക നല്ല എടുത്ത് വെച്ച് അടപ്പ് വെച്ച് മൂടി വെക്കുക. മൂടി വെച്ച് തിരിച്ചും മറിച്ചും വിട്ട് അത് നല്ല മാതിരി വേകുന്നിടം വരെ ഇങ്ങനെ തിരിച്ചും മറിച്ചും വിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മസാലയുണ്ട്, മിക്സി ജാറിൻ്റെ ഉള്ളിൽ തേങ്ങ അരച്ചതുണ്ട്, അതും ഇതിൻ്റെ മേലെ വെച്ച് തട്ടിപ്പൊത്തി വെച്ചിട്ട് മസാല ഇതിൻ്റെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണിത്. തട്ടിപ്പൊത്തി വെച്ച് ഒന്നും കൂടെ അത് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അത് വെന്തിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും നമ്മൾ ഇത് അരച്ചതിൻ്റെ പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ, ആ വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തിളപ്പിക്കണം. തിളപ്പിക്കുമ്പോൾ അത് കുറച്ച് കുറുകി വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറത്ത് നോക്കുന്നുണ്ട്, അത് കുറുകിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് തുറന്ന് നോക്കുന്നത്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ നല്ലപോലെ വെന്തിട്ടുമുണ്ട്. അങ്ങനെ വഴുതനങ്ങ കറി റെഡിയായി വരുന്നുണ്ട്. നമുക്കത് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെയും കൂടെ കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക.